ദൈവം നിങ്ങളോട് സംസാരിച്ചു. മാനസാന്തരപ്പെടണമെന്ന്. തീർച്ചയായും നിങ്ങളിൽ എല്ലാവരും തന്നെ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ നാം ആ മാനസാന്തരത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിൻ്റെ പ്രധാനമായ കാരണം നാം ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായ സമയങ്ങളിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ വിളി കേൾക്കുകയോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയോ ചെയ്യുകയില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അത് കാരണമാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്നും ഞാനും നിങ്ങളോട് ഇവിടെ നിന്ന് അപേക്ഷിക്കുകയാണ്. ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ദൈവത്തെ അനുസരിക്കാതെ കടന്നുപോയ ഒരു മനുഷ്യനെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. യോന എന്ന് പറയുന്ന മനുഷ്യനെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. യോന ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കാതെ കടന്നുപോയപ്പോൾ യോനായുടെ ജീവിതത്തിൽ അനേക വലിയ കഷ്ടങ്ങളിൽ കൂടി യോനായിക്ക് കടന്നു പോകേണ്ടി വന്നു. അതെല്ലാം അനുഭവിക്കുകയും വേദനകൾ സഹിക്കുകയും ചെയ്യേണ്ടി വന്നു. എന്നാൽ ദൈവം നമ്മളോടൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം ആ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് യോനായെ കൊണ്ട് ദൈവം ചെയ്യിച്ചതും. യോനായോട് പറഞ്ഞത്, നീ നിനവേയിൽ കടന്നു ചെന്ന് അവിടുത്തെ ജനത്തോട് പറയണം, 40 ദിവസം അതിനു മുൻപ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിനവേയെ ഞാൻ നശിപ്പിക്കും എന്നായിരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നത് 1,20,000 ചെല്ലുവാനും ജനം മാത്രമായിരുന്നു നിനവേയിലുണ്ടായിരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നാം പത്രങ്ങളിൽ വായിക്കുമ്പോൾ പലപ്പോഴും നടക്കുന്ന വാർത്ത പോലെ നിനവേയുടെ തെരുവുകളിൽ രക്തമൊഴുകാത്ത ഒറ്റ ദിവസം പോലുമില്ലായിരുന്നു. കൊള്ളയും കൊള്ളിവയ്പും കൊലപാതകങ്ങളും പീഡനങ്ങളും നിനവേയിലെ ഓരോ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും നടന്നുകൊണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ദൈവം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്, നിനവേയിലെ ജനങ്ങളോട് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നും ഇല്ല എങ്കിൽ നിനവേയെ ഞാൻ നശിപ്പിക്കുമെന്നും പറയുവാൻ യോനായോട് ദൈവം പറഞ്ഞപ്പോൾ യോന ദൈവത്തിൻ്റെ വഴികളെ വിട്ട് ദൈവത്തെ അനുസരിക്കാതെ യോനായുടെ സ്വന്തമായ വഴികളിൽ കൂടി യോന യാത്ര ചെയ്തതായി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കാണുന്നത് ഇപ്രകാരമാണ്: യോന നിനവേയിലേക്ക് പോകേണ്ടതിന് പകരം തർശീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദൈവത്തെ ഒളിച്ച് യോന കടന്നുപോയപ്പോൾ യോനായുടെ ജീവിതത്തിൽ അതിഭയങ്കരമായ വേദനകളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്നു. ഒടുവിൽ നിനവേയിൽ യോനായെ കൊണ്ട് തന്നെ ദൈവം ആ സുവിശേഷം പ്രസംഗിപ്പിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, ദൈവം നമ്മോട് മാനസാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ നാം ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ആ മാനസാന്തരത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്രയം നമുക്ക് വേണമെന്ന് നാം ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കണമെന്ന് നാം എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ദൈവത്തിൻ്റെ സഹായം നമ്മെ തേടിയെത്തുകയില്ല. നാം അവിടെ തളർന്നു പോകുന്നവരായി നിൽക്കുന്നതായി നമുക്കനുഭവത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവം പറയുന്നതോ, നിങ്ങൾ മാനസാന്തരപ്പെടുവിനെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സന്തോഷവും സ്നേഹവും സമാധാനവുമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ വീടുകളിൽ നമുക്ക് ലഭിക്കുന്നത്. അതാണ് പ്രിയമുള്ളവരെ സുവിശേഷം. അത് പറയുവാൻ വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും മനുഷ്യവർഗത്തിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ ജീവനെ ദാനമായി നൽകിയതും എന്നുള്ളത് തന്നെയാണ് സുവിശേഷം. അത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും
സന്തോഷത്തിൻ്റെയും സന്ദേശമാണ്. സർവോപരി ആത്മാവിൻ്റെ രക്ഷയുടെയും സന്ദേശം തന്നെയാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനാണ് തിരുവെഴുത്ത് പറയുന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് യേശു രക്ഷകനെന്ന് ആര് വിളിച്ചു പറയുകയും ചെയ്യുന്നുവോ അവൻ രക്ഷിക്കപ്പെട്ടുവെന്നും. ദൈവത്തിൻ്റെ പൂർണ്ണമായ പരിപാലനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും അവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല അവൻ്റെ കുടുംബത്തിലും അവൻ ആരുമൊക്കെയായി ബന്ധപ്പെടുന്നുവോ അവരിലേക്കൊക്കെയും ദൈവത്തിൻ്റെ ആ അനുഗ്രഹം ഒരു ഉറവ പോലെ ഒഴുകിയെത്തും. അതുതന്നെയാണ് പ്രിയമുള്ളവരെ സുവിശേഷം. അതാണ് ഇന്ന് ലോകമെമ്പാടും ഏറ്റവും അധികം പ്രസംഗിക്കുന്നത്. ഈ സമാധാനത്തിൻ്റെ സന്ദേശമാണ്, ഈ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. അതാണ് മാനസാന്തരപ്പെടുക എന്ന് യേശു കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അനേകരെ ഐക്യം അതുപോലെ തന്നെ വലിയ ശബ്ദവുമായി വന്ന് അനേകരെ കേൾപ്പിക്കുമ്പോൾ ഒരു മൈക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ലാതെ ദൈവം തന്നതായ ആ ശബ്ദം കൊണ്ട് മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ ജീവിതം വലിയ കഷ്ടത്തിലായിരുന്നു. ഞാനൊരു കൂലിപ്പണിക്കാരൻ മാത്രമായിരുന്നു. ഏതാണ്ട് എൻ്റെ വീടിൻ്റെ 200 മീറ്റർ അകലെ ഒരു പള്ളിക്കൂടം ഉണ്ടായിരുന്നിട്ടും ഞാൻ പള്ളിക്കൂടത്തിൽ പോകുകയോ പഠിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആയതിനാൽ അറിവുകളൊക്കെയും വളരെ പരിമിതമാണ്. സാമാന്യ വിദ്യാഭ്യാസം പോലും എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ 21 വർഷമായി ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ എൻ്റെ ഭാര്യ, 3 മക്കൾ, 3 മരുമക്കൾ, 4 കൊച്ചുമക്കൾ, ഇവരുമായി ഏറ്റവും ഉന്നതമായ സന്തോഷത്തോടെ കടന്നു പോകുന്ന പ്രിയമുള്ളവർ, ഒരു ചെറിയ വീട് എനിക്കുണ്ട്. നനഞ്ഞൊലിക്കാത്ത, എന്നാൽ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ സ്വന്തമായി ഒരു വീടില്ലാത്ത അനേക മനുഷ്യരുണ്ട്. അവർക്കൊരു വീട് ലഭിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. രോഗത്താൽ ഭാരപ്പെടുകയും ചികിത്സിക്കുവാൻ സാമ്പത്തികമില്ലാത്തവരുമായ അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരെ സഹായിക്കുവാൻ ദൈവമേ, നീ ഒരു വ്യക്തിയെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വിവാഹം കഴിച്ചയക്കുവാൻ സാമ്പത്തികമില്ലാത്ത അനേകം മാതാപിതാക്കളുണ്ട്. അവരുടെ വേദനകളിൽ നിന്നും അവരെ വിടുവിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കടഭാരമുള്ള അനേകരുണ്ട്. അവരുടെ കടഭാരങ്ങൾ തീരുവാൻ ദൈവമേ, നീ അവർക്കൊരു വഴി തുറക്കണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സഹായിച്ചെന്നാൽ അതൊരു മനുഷ്യൻ സഹായിക്കുന്നത് പോലെയല്ല. ആ സഹായം എന്നേക്കും എന്നും നമുക്ക് വലിയ അനുഗ്രഹം ആശ്വാസവുമായിത്തീരും. അതിനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് തൻ്റെ ജീവിതത്തിൽ താൻ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചപ്പോൾ, ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടി വന്ന രോഗികളെ സൗഖ്യമാക്കുകയും അതുപോലെ തന്നെ വളരെ ഒരാശ്വാസവുമില്ല, ആരും സഹായിക്കാനില്ലാതെയും നിന്നവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തവരാണ് യേശു. ആ യേശുവിനെ രക്ഷകതാവും കർത്താവുമായി സ്വീകരിക്കണമേ എന്നുള്ള അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവോ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കരഭാരങ്ങളുടെ മേൽ കർത്താവ് വലിയ ഒരു വിടുതൽ നടത്തട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.